നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. സുഖം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അതോടൊപ്പം തന്നെ ഈ ടോപ്പിക്സ് ഉള്ള ഒരു പ്രിലിംസ് MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് സ്ലോസ് ടു 4.9% ഇൻ മാർച്ച് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോഴേക്കും സെക്കൻഡറി സെക്ടറിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. സോ അവിടുത്തെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് മീൻസ് മാർച്ചിലെ ഡേറ്റയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡേറ്റ എന്ന് പറയുമ്പോഴേക്കും ഫെബ്രുവരിയിൽ അപേക്ഷിച്ച് ചെറിയൊരു ഗ്രോത്തിനകത്ത് കുറവുണ്ട്. ഗ്രോത്ത് ഉണ്ട്, ബട്ട് ഫെബ്രുവരിയിൽ അപേക്ഷിച്ച് ചെറിയൊരു ഒരു ഗ്രോത്തിലെ റിഡക്ഷൻ സംഭവിക്കുന്നു, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ രണ്ടാമത് ഫ്ലെമിംഗോ കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഉള്ളിലെ പേജിൽ ഫ്ലെമിംഗോസിന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സിനെ കുറിച്ചിട്ടൊക്കെ ന്യൂസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും അത് എക്സാമിന് വ്യൂ പോയിന്റിൽ അവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ്, ഇന്ത്യയിൽ പ്രധാനമായിട്ട് അവ എവിടെയാണ് കാണപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പഠിച്ചിരിക്കുന്ന നല്ലതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഫ്ലെമിംഗോസിനെ കുറിച്ചിട്ടാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലാണ് ആ ഒരു ടോപ്പിക്കിനെ ഡീൽ ചെയ്യാൻ പോകുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂലും ഈ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കഷൻ പോകുന്നുണ്ട്. ദെൻ മൂന്നാമത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് ദ ഫ്രെയിങ് ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ. ഈ ഒരു ആർട്ടിക്കിൾ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം റീസെന്റ് പറഞ്ഞ ഇലക്ഷന്റെ ക്യാമ്പയിൻസ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. പല ഫേസുകളായിട്ട് ഇപ്പോഴും നമ്മുടെ ഇലക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അപ്പോൾ നിരന്തരം ഈ പറഞ്ഞ പല സീനിയർ പൊളിറ്റീഷ്യൻസും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ബ്രേക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും വരുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ ഓരോ സ്പീച്ച് ഒക്കെ പറയുമ്പോഴേക്കും അവർ നിലവിലുള്ള മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ബ്രേക്ക് ചെയ്യുന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. സോ അതിന്റെ പേരിലാണ് ആ ഒരു ആർട്ടിക്കിൾ ഇന്ന് എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഫോൾസ് ആൻഡ് ഫോൾസ് എന്നുള്ളതാണ്. ഇത് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു AI മോഡൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത്. സോ ഇതിനെല്ലാം ശേഷം നമുക്ക് ഈ 4 ടോപ്പിക്സ് നിന്നും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിലിംസ് MCQ കൂടെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇന്നത്തെ DNA ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി അപ്പം ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് നീങ്ങാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ പോലെ എക്കണോമിക്സ് വ്യൂ പോയിന്റ് ആർട്ടിക്കിൾ ആണ്. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് സ്ലോസ് ടു 4.9% ഇൻ മാർച്ച് എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വരുന്നത്, എക്കണോമിക്സ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുമ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമ്മുടെ എക്കണോമിയൊക്കെ തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ടോട്ടൽ ഏത് രാജ്യത്തെ ആയിക്കോട്ടെ എക്കണോമി നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ. ഇതിനകത്ത് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, അഗ്രികൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മുടെ നേച്ചറുമായിട്ട് ഏറ്റവും ക്ലോസ് കോൺടാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും പ്രൈമറി സെക്ടറിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോഴേക്കും ഈ പ്രൈമറി സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ വേറൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന തരം ആക്ടിവിറ്റീസ് ആണ് പ്രധാനമായിട്ടും സെക്കൻഡറി സെക്ടറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെക്ടർ നമ്മൾ ഇൻഡസ്ട്രിയൽ ഓർ മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന സെക്കൻഡറി സെക്ടർ ഓഫ് എക്കണോമിയാണ്. ഇനി ടെറിഷറി സെക്ടർ എന്ന് പറയുമ്പോഴേക്കും, അതായത് നമ്മളിപ്പോൾ തൊട്ടും പറഞ്ഞ പ്രൈമറിക്കും സെക്കൻഡറിക്കും വേണ്ടുന്ന സഹായങ്ങളൊക്കെ തന്നെ, ആ സഹായങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഓരോരോ വിവരങ്ങൾ, എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ഔട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാങ്കിങ് ലോൺസുകൾ നൽകുന്നതായിരിക്കാം, മീൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടുന്ന സൗകര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ രൂപത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നൽകുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ടെറിഷറി സെക്ടറിന്റെ ഭാഗമായിട്ട് കൽപ്പിക്കപ്പെടുന്നത്. സോ ടെറിഷറി സെക്ടർ എന്ന് പറയുമ്പോൾ ബേസിക്കലി സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സർവീസ് സെക്ടർ എന്നും ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ഏതൊരു എക്കണോമി നോക്കിയാലും പ്രൈമറിലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ 3 കാറ്റഗറി ആയിട്ടാണ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഇനി ഇതിന് ഫർദർ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ സെക്ടേഴ്സിനെ ക്വാർട്ടർണറി സെക്ടർ എന്നും ക്യൂനറി സെക്ടർ എന്നും നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്തായാലും പ്രൈമറിലി ഇത്ര എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇന്ത്യ പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ ഇപ്പോഴും നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഈ പ്രൈമറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്, അഗ്രികൾച്ചർ സെക്ടറാണ്. നമുക്കത് പറയാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് സെൻസസ് മുഖാന്തരമാണ് ഈ ഡേറ്റാസ് എല്ലാം തന്നെ കിട്ടുന്നത്. ഇന്ത്യയിൽ ലാസ്റ്റ് ഓഫ് ഓൾ ഔദ്യോഗികമായിട്ട് സെൻസസ് നടന്നത് 2011 അതിനുശേഷം നമ്മുടെ ഇവിടെ സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത സെൻസസ് വരുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടും ഓരോരോ സെക്ടറിൽ എത്രത്തോളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ ഓരോരോ മിനിസ്ട്രികൾ വഴിയൊക്കെ കിട്ടുന്ന ഒരു അൺഒഫീഷ്യൽ തരമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പോലും അത്തരത്തിലുള്ള ഡേറ്റ വെച്ച് നോക്കുമ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ എക്കണോമി ഈസ് ആൻ അഗ്രേറിയൻ ബേസ്ഡ് എക്കണോമി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ഇനി ഒരു രാജ്യം ഡെവലപ്ഡ് ആകും തോറും ഈ പ്രൈമറിയിൽ നിന്നും ആൾക്കാരുടെ ഷിഫ്റ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും ടു സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി സെക്ടറിലേക്കുള്ള ഷിഫ്റ്റിംഗ് കാണാൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് വേണ്ടതെങ്കിൽ പ്രൈമറിയിൽ നിന്ന് നേരെ സെക്കൻഡറിയിലേക്ക്, അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകണം, ടെറിഷറിയിലേക്ക് പോകണം. മീൻസ് സെക്കൻഡറിയിൽ നിന്നും നേരെ ടെറിഷറിയിലേക്ക്. ഓക്കെ 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 പ്രൈമറിയിൽ നിന്ന് പ്രൈമറി, സെക്കൻഡറി ആൻഡ്
ടെർഷറി നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറിൽ നിന്നും സെക്കൻഡറിയിലേക്ക്, അവിടെ നിന്നും പിന്നീട് വേണം അങ്ങോട്ടേക്ക് ടെർഷറിയിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്ക് പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷിഫ്റ്റിംഗ് പ്രൈമറിൽ നിന്ന് നേരെ ടെർഷറി മീൻസ് ടെർഷറി സെക്ടറിലേക്ക് ആയി പോയി. അങ്ങനെ പോയി കഴിഞ്ഞുള്ള പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ് ഈ പറഞ്ഞ പ്രൈമറിയും സെക്കൻഡറി. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അക്കോമഡേറ്റഡ് ആണ് പ്രൈമറി സെക്ടറിൽ. ഇതിൽ നിന്നും നല്ലൊരു ശതമാനം ആൾക്കാർ നമുക്ക് സെക്കൻഡറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഷിഫ്റ്റിംഗ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് നടക്കുന്നതാണ് സെക്കൻഡറി സെക്ടറിലേക്ക്. കാരണം സെക്കൻഡറി സെക്ടർ മാനുഫാക്ചറിംഗ് ആണ്. അവിടെ ഈ പ്രൈമറിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ചൊരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് എങ്ങോട്ടൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഈ സെക്കൻഡറി സെക്ടറിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരെ ഈ പ്രൈമറി ഇത്രയും നാളും പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരെ നമുക്ക് ടെർഷറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ടെർഷറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കിൽ ഓറിയന്റഡ് സെക്ടർ, അത്യാവശ്യം സ്കില്ല് കാര്യങ്ങളൊക്കെ വേണം ഈ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യാനായിട്ട്. സോ പ്രൈമറിൽ നേരെ ആൾക്കാരെ ടെർഷറിയിലേക്ക് മാറ്റുമ്പോഴേക്കും ഒന്നെങ്കിൽ അവർക്ക് അത്തരത്തിൽ ജോലി മുന്നോട്ട് പോകാനായിട്ട് പറ്റിയെന്ന് നന്നേക്കത്തില്ല. സോ ഇന്ത്യക്ക് പറ്റിപ്പോയൊരു പ്രശ്നം അവിടെയാണ്. നമ്മുടെ ഷിഫ്റ്റിംഗ് സെക്കൻഡറി അവിടുന്ന് ടെർഷറിയിലേക്ക് വേണമായിരുന്നു, പക്ഷെ നമ്മൾ നേരിട്ട് പ്രൈമറിൽ നിന്ന് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിപ്പോയി, ടെർഷറിയിലേക്ക് ആയിപ്പോയി. സെക്കൻഡറി സെക്ടർ നമ്മൾ വിട്ട് കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ കണ്ടുവന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് രൂക്ഷമാകാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം സെക്കൻഡറി സെക്ടറിന് നല്ല രീതിയിൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം ട്രെയിനിങ്ങും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ പ്രൈമറിൽ ഈ പറഞ്ഞ പോലെ സ്കിൽ ഓറിയന്റഡ് കുറവായത് കാരണം ഈ പ്രൈമറിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയ ആൾക്കാർക്കൊക്കെ ടെർഷറിയിൽ പോയി നിൽക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്തു, ഈ പ്രൈമറി തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. പ്രൈമറിയിൽ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. ആ അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് GDP വളരാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിവേ ഇന്ത്യയുടെ ഗ്രോത്ത് ഇപ്പൊ നമ്മൾ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ്. പക്ഷേ അത് ഇതിനു മുമ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ട്രാൻസിഷൻ പ്രൈമറിയിൽ നിന്ന് നേരെ സെക്കൻഡറി, അവിടെ നിന്നും ടെർഷറിയിലേക്ക് ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ നമുക്ക് ആ ഒരു ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമി ആയിട്ടൊക്കെ തന്നെ മാറാനായിട്ട് സാധിക്കുമായിരുന്നു. സോ എനിവേ ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം എന്തുകൊണ്ടാണ് എല്ലാ മാസവും നമ്മുടെ രാജ്യത്തിലെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ എംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സെക്ടർ കൂടിയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അവിടുത്തെ ഗ്രോത്ത് കുറഞ്ഞു. ഗ്രോത്ത് കൂടി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻ ടേൺ മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രോത്ത് കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഐഡിയ പോകേണ്ടതായിട്ട് വരും. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് സ്ലോസ് ടു 4.9% എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഗ്രോത്ത് ഉണ്ട്, ഗ്രോത്ത് ഇല്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആ ഗ്രോത്ത് 4.9% കുറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം, ഇതിപ്പോൾ മാർച്ച് മാസത്തെ ഡേറ്റയാണ്, ഫെബ്രുവരി മാസത്തിൽ 5.6% ഉണ്ടായിരുന്നു ഗ്രോത്ത്. ജനുവരി അപേക്ഷിച്ച് 5.6% ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാർച്ചിലേക്ക് വന്നപ്പോൾ ഗ്രോത്ത് 4.9 ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ എനിവേ ഈ ഒരു ഡേറ്റയ്ക്കകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഗ്രോത്ത് സ്ലോ ചെയ്യുന്നുള്ള കാര്യമാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു ഗ്രോത്ത് അഫക്റ്റഡ് ചെയ്തത് മൈനിങ് സെക്ടറിലാണ്. മൈനിങ് സെക്ടറിൽ ഔട്ട്പുട്ട് ഈ പറഞ്ഞ പോലെ 19 മാസത്തെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇലക്ട്രിസിറ്റി സെക്ടറിൽ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് കൂടി 1.6% മുമ്പ് ഉണ്ടായിരുന്നത് എത്രയ്ക്ക് മാറി, 8.6%ലേക്ക് ഇലക്ട്രിസിറ്റി ജനറേഷന്റെ ഗ്രോത്ത് മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം നിങ്ങൾക്ക് ഒബ്വിയസ്ലി മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. കാരണം സമ്മർ സീസൺ ആണ്, വേനൽക്കാലമാണ്, തീർച്ചയായിട്ടും കറണ്ടിന്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിസിറ്റി ജനറേഷനിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ എനിവേ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഇവിടെ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ടുള്ള ഇൻഡെക്സ് ആണ് IIP എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഇത് മന്ത്ലി നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഇൻഡസ്ട്രിയൽ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഒരു ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നുള്ളതിനെയാണ് IIP ആയിട്ട് ഷോർട്ടിൽ അറിയപ്പെടുന്നത്. സോ ഇത് ഈ പറഞ്ഞ പോലെ പബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സോ ഈ ഒരു ഇൻഡെക്സിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ കമ്പനികളൊക്കെ തന്നെ 3 സെക്ടേഴ്സിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൈനിങ് സെക്ടറിൽ, അതുപോലെ മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി. നമ്മുടെ രാജ്യത്തെ എല്ലാ ഇൻഡസ്ട്രീസും ഈ മൂന്നിനകത്ത് ഏതിലായിരിക്കും വരുന്നത്, മൈനിങ്, മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന ഗുഡ്സുകളെയാണെങ്കിൽ നമ്മൾ ബേസിക് ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഒക്കെ തന്നെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഡെക്സുകൾക്ക് പലപ്പോഴും ബേസ് ഇയർ ഉണ്ടാവുമല്ലോ കമ്പയർ ചെയ്യാനായിട്ട്. സോ അത്തരത്തിൽ IIP അഥവാ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ബേസ് ഇയർ 2011-12 ആണെന്നുള്ളൊരു പോയിന്റ് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ഇനി എന്തിനാണ് ഇങ്ങനെയുള്ള മെഷറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ തന്നെ അവരുടെ പോളിസി നയങ്ങളൊക്കെ തന്നെ രൂപീകരിക്കാനായിട്ട് ബേസിക്കലി കണക്കാക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ GDP ഒക്കെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും ഈ ഡേറ്റാസ് ഒക്കെ തന്നെ ആവശ്യമാണ്. സോ ഇവിടെ നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് 8 കോർ ഇൻഡസ്ട്രീസ്. സോ 8 കോർ ഇൻഡസ്ട്രീസ് ഉൾപ്പെടുന്നതാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ 40.27% കൂടിച്ചേരുന്നത്. അതായത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ ഇൻഡസ്ട്രീസും ഉണ്ട്. അതിൽ 40.27% ഇൻഡസ്ട്രീസ് ഏതിന്റെ ഭാഗമാണ്, 8 കോർ ഇൻഡസ്ട്രീസ് അഥവാ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമാണ്. ആ 8 കോർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞാണ്. ഇത് കറക്റ്റ് അവരുടെ ആ ഒരു ഇൻക്രീസിംഗ് തൊട്ട് ഡിക്രീസിംഗ് ലോവർ ഓർഡർ
ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. റിഫൈനറി പ്രൊഡക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി, സ്റ്റീൽ, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സിനാണ് ഏറ്റവും കുറവ് ഈ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ റിഫൈനറി പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിന്റെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം അത് പരീക്ഷയ്ക്ക് വളരെയധികം ചോദിച്ചിട്ടുള്ള PYQസിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇതാണ് ഫ്ലെമിംഗോസുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് ഹിന്ദു ന്യൂസ് പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പിക്ചർ ബേസിക്കലി ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യം അത് പ്രിലിംസിന് വളരെയധികം ആവശ്യമായിട്ട് മാറും. കാരണം ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ പ്രിലിംസിന് ബേസ് ആയിട്ടുള്ള കൺസർവേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇവയെ കൂടുതലായിട്ടും ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫ്ലെമിംഗോസ്. ഫ്ലെമിംഗോസ് ബേസിക്കലി ഒരു മൈഗ്രേറ്ററി സ്പീഷീസ് എന്ന് പറയാം, ഒരു റെയർ മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. കാരണം ഇവ കൂടുതലും മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇവരുടെ ആവാസം മീൻസ് ഈ പറഞ്ഞ പോലെ ഒരു ലിവിംഗ് കണ്ടീഷൻസ്, എസ്പെഷ്യലി ബ്രീഡിംഗ് സൈറ്റുകളിൽ നിന്നൊക്കെയാണ് ഇവ മൈഗ്രേറ്റ് ചെയ്യപ്പെടാറുള്ളത്. അവർ ആ സ്ഥിരം ബ്രീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ക്ലൈമറ്റ് ചേഞ്ച് മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും മീൻസ് ആ സ്ഥലം കൂടുതൽ കോൾഡറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടുതൽ വാമറൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. സോ എനിവേ ഫ്ലെമിംഗോസ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ആന്ധ്രാപ്രദേശിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശിൽ ഈ പറഞ്ഞ പോലെ ഫ്ലെമിംഗോ ഫെസ്റ്റിവൽസ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. ഈ ഫ്ലെമിംഗോസുമായിട്ടുള്ള ഈ ഫ്ലെമിംഗോ സൈറ്റിംഗ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ് പുലിക്കട്ട് ലേക്ക്, ആന്ധ്രാപ്രദേശിലെ പുലിക്കട്ട് ലേക്ക്. അത് നമുക്ക് സ്ലൈഡിനകത്ത് കാണാൻ പറ്റും. സോ ഇന്ത്യയിൽ രണ്ട് തരം ഫ്ലെമിംഗോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഗ്രേറ്റർ ഫ്ലെമിംഗോയും, രണ്ട് ലെസർ ഫ്ലെമിംഗോയും. ഇതൊക്കെ PYQs ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. So greater flamingo, they are widespread in India and they migrate to South India during the winter. Winter സമയങ്ങളിൽ ഇവർ സൗത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും ആൻഡ് സ്പെൻഡ് ദെയർ ടൈം ഇൻ ലാർജ് റിസർവോയേഴ്സ് ആൻഡ് മഡ് ഫ്ലാറ്റ്സ്. IUCN സ്റ്റാറ്റസ് ലീസ്റ്റ് കൺസേൺ ആണ്. ഗ്രേറ്റർ ഫ്ലെമിംഗോസിന്റെ IUCN എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. IUCN സ്റ്റാറ്റസ് ലീസ്റ്റ് കൺസേൺ ആണ്, കാരണം അത്യാവശ്യം നമ്പേഴ്സിലുണ്ടാവുക. ദെൻ ലെസർ ഫ്ലെമിംഗോസ് ആണ്. ഈ ഫ്ലെമിംഗോ ഫാമിലിയിൽ വെച്ചിട്ട് ഏറ്റവും എന്താ പറയുക സ്മോളസ്റ്റ് ആയിട്ടുള്ള ഫ്ലെമിംഗോസ് ആണ് ഈ ലെസർ ഫ്ലെമിംഗോസ്. അതേപോലെ ഈ പറഞ്ഞ പോലെ ദേ ആർ മെയിൻലി ബ്രീഡ് അറ്റ് റാൻ ഓഫ് കച്ച്, ഗുജറാത്ത് കേന്ദ്രീകരിച്ച് റാൻ ഓഫ് കച്ചിലാണ് പ്രധാനപ്പെട്ട ഇവരുടെ ബ്രീഡിംഗ് സൈറ്റ്. ഇവയുടെ IUCN സ്റ്റാറ്റസ് നോക്കി നോട്ട് ത്രെട്ടൺ. ഓക്കെ, നോട്ട് ത്രെട്ടൺ കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ നിയർ ത്രെട്ടൺ കാറ്റഗറിയിലാണ് ആ ഒരു ഈ പറഞ്ഞ പോലെ IUCN സ്റ്റാറ്റസ് ലെസർ ഫ്ലെമിംഗോസിന് ബേസിക്കലി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്പീഷീസ് ഓഫ് ഫ്ലെമിംഗോസ് ആണ് ഇന്ത്യയിൽ കാണപ്പെടുന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റായ പുലിക്കട്ട് ലേക്ക്. പുലിക്കട്ട് ലേക്ക് നമുക്കറിയാം സെക്കൻഡ് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ കൺട്രിയാണ്. എന്നാൽ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ചിൽക്ക ലേക്കാണ് കേട്ടോ. ചിൽക്ക ലേക്കാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ആണ് പുലിക്കട്ട് ലേക്ക്. ദെൻ ഇറ്റ് ലൈസ് ബോർഡർ വിത്ത് സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു. മേജർലി ലൈസ് ആന്ധ്രാപ്രദേശിലാണ്. ഈ പുലിക്കട്ട് ലേക്കിനെ ബേ ഓഫ് ബംഗാളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ശ്രീഹരിക്കോട്ട ഐലൻഡ് ആണ്. നമ്മുടെ ISROയുടെ ലോഞ്ചിങ് ഒക്കെ നടക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്രീഹരിക്കോട്ടയിൽ ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ. ആ ഒരു ശ്രീഹരിക്കോട്ട ഐലൻഡ് ആണ് ഈ പുലിക്കട്ട് ലേക്കിനെ ബേ ഓഫ് ബംഗാളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഫേമസ് ആയിട്ടുള്ള ഫ്ലെമിംഗോ വാച്ചിങ് സൈറ്റ് എവിടെയാണ്? പുലിക്കട്ട് ലേക്കിലാണുള്ളത്. ദെൻ സൗത്ത് വെസ്റ്റ്, അതായത് മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് ഇന്ത്യയിൽ മൺസൂൺ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള റിട്രീറ്റിംഗ് അഥവാ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ട്. ഈ രണ്ട് മൺസൂണിലും അത്യാവശ്യം മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ് പുലിക്കട്ട് ലേക്ക് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക. സാധാരണഗതിയിൽ ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ ഷാഡോ ഏരിയ ആണ്, മഴ നിഴൽ പ്രദേശമാണ്. പക്ഷേ ഈ നമ്മുടെ പുലിക്കട്ട് ലേക്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിനും കിട്ടാറുണ്ട്, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണിനും മഴ ലഭിക്കാറുണ്ട് എന്നുള്ളൊരു പോയിന്റ് മനസ്സിലേക്ക് വെച്ചേക്കുക. ഇത്രയാണ് ആ ഒരു ടോപ്പിക് എന്ന് പ്രിലിംസിന്റെ ഓറിയന്റേഷനിൽ ഒരു ആർട്ടിക്കിൾ ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ് ദ ഫ്രെയിങ് ഓഫ് ദ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. സോ എന്താണ് ഇത് വരാൻ കാരണമുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. പല പൊളിറ്റീഷ്യൻസും ഇന്ത്യയിൽ ഇപ്പം പറയുവാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് ഓരോരോ സംസ്ഥാനങ്ങളിലായിട്ട് ഇപ്പം തീർന്നു വരികയാണ് ഇലക്ഷൻസ്. ഇപ്പം കേരളത്തിന്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ടുണ്ട്. അടുത്തൊരു ഫേസും കൂടെ കണ്ടക്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ പലപ്പോഴും പല പൊളിറ്റീഷ്യൻസ് സ്പീച്ച് നടത്തുമ്പോഴേക്കും ഇത് ലംഘിക്കുന്നു എന്ന രീതിയിലേക്ക് വാർത്തകൾ വരുന്നു. സോ ഇവിടെ എന്താണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്? അതായത് പെരുമാറ്റച്ചട്ടം എന്നുള്ളതാണ് നമ്മൾ മലയാളത്തിൽ ഇതിന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വേണ്ടി ഇവല്യൂഷനുമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ആദ്യമേ ഓർത്തിരിക്കണം, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഒരു കൺസെൻസസ് ഡോക്യുമെന്റ് ആണ്. അതായത് ഇത് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരവരുടെ രീതിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം അല്ലെങ്കിൽ കൺസെൻസസ് ഡോക്യുമെന്റ് എന്ന് പറയാൻ സാധിക്കുന്നതാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് എഗ്രി ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഇലക്ഷന്റെ സമയത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിനകത്ത് പറയാനായിട്ട് സാധിക്കുന്നത്. സോ എന്തിനാണ് ഇങ്ങനെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ 324 ഇലക്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്നത്. ആ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യമാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് രൂപത്തിൽ
രൂപത്തിൽ അവതരിക്കപ്പെടുന്നത്. ഇനി എന്നാണ് ഇത് ഓപ്പറേഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണോ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് അനൗൺസ് ചെയ്യുന്നത് അന്ന് തൊട്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും, ടിൽ ദ റിസൾട്ട് അനൗൺസ്മെന്റ്. അല്ലാതെ ഇലക്ഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് തീരുന്നില്ല. ഇലക്ഷന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന അന്ന് വരെയാണ് ഈ പറഞ്ഞ പോലെ റിസൾട്ട് അനൗൺസ്മെന്റ് വരെയാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇത്രയും കാലയളവ് മീൻസ് ഇലക്ഷന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു, ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ ഇടയിൽ ഗവൺമെന്റുകൾക്കോ പൊളിറ്റിക്കൽ പാർട്ടീസിനോ ഒന്നും ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഗ്രാന്റുകളും കൊടുക്കാനായിട്ട് പറ്റത്തില്ല, പ്രോമിസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റോഡ് കൺസ്ട്രക്ട് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത്രയേ ഉള്ളൂ, അങ്ങനെയുള്ള വാഗ്ദാനങ്ങളിലൂടെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പാടില്ല. കാരണം ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് വേണം. അപ്പം അതുകൊണ്ട് ഒരു രീതിയിലും ജനങ്ങളെ ഈ പറഞ്ഞ പോലെ വോട്ട് ക്യാൻവാസിങ്ങിന് വിധേയമാകാൻ പാടില്ല, പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഡസ് നോട്ട് ഹാവ് എനി സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ്. അതൊരു കൺസെൻസസ് ഓറിയന്റഡ് ആണെന്നുള്ളവർ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഒന്നുമില്ല. എന്നാൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കാനായിട്ടുള്ള വകുപ്പുകളുണ്ട്. അത് IPC, CRPC, RPR, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, ഇവയിലൊക്കെ തന്നെ ആ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇവയൊന്നും സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഇല്ല, ജസ്റ്റ് കൺസെൻസസ് മാത്രമാണെന്നുള്ള കാര്യം മറന്നേക്കരുത്. ദെൻ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ്. ഓക്കെ, 1960 കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിലാണ് ആദ്യമായിട്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നീട് ഒരു ഫോർമൽ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ ലോഞ്ച് ചെയ്യുന്ന 1974. എന്നാൽ ആ സമയത്ത് ഇവ ഭരിക്കുന്ന പാർട്ടീസിന് ഇത് ബാധകമായിരുന്നില്ല, മറ്റ് പാർട്ടീസിനൊക്കെ ആയിരുന്നു ബാധകമായിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പിന്നീട് 1979 തൊട്ടിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് ഭരിക്കുന്ന പാർട്ടീസിനും, ഐ മീൻ റൂളിംഗ് ഗവൺമെന്റിനും എല്ലാവർക്കും ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രാബല്യത്തിലേക്ക് ആക്കിയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പം പറയുവാണെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആർക്കും ബാധകമാണ്, റൂളിംഗ് പാർട്ടീസ് അല്ലെങ്കിൽ റൂളിംഗ് ഗവൺമെന്റിനൊക്കെ തന്നെ ഇത് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ഇത് എഡിറ്റോറിയൽ പേജിൽ തന്നെയാണ്, സൈഡ് എഡിറ്റോറിയലാണ്. ഫോൾഡ്സ് ആൻഡ് ഫോൾഡ്സ് എന്നുള്ളതാണ് ഇതിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന ഇവർ ആൽഫ ഫോൾഡ് 3 എന്നുള്ള ഒരു AI മോഡലാണ്. ഇത് പ്രിലിംസിന് ഓർത്തിരിക്കണം. ആൽഫ ഫോൾഡ് 3 റീസെന്റ് സീൻ ന്യൂസ് ഇസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അവിടെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതാണ് അതിന്റെ ആൻസർ. ആൽഫ ഫോൾഡ് 3 എന്ന് പറഞ്ഞ ന്യൂ AI മോഡലാണ്, ഡെവലപ്ഡ് ബൈ ഗൂഗിൾ ഡീപ് മൈൻഡ് ആൻഡ് ഐസോമോർഫിക് ലാബ്സ്. ഗൂഗിൾ ഡീപ് മൈൻഡും ഐസോമോർഫിക് ലാബ്സും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത പുതിയ AI മോഡലിന്റെ പേരാണ് ആൽഫ ഫോൾഡ് 3. ഓക്കെ, അപ്പോൾ ഈ ആൽഫ ഫോൾഡ് 3 AIക്ക് എന്തൊക്കെ പ്രത്യേകത ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമൻ DNA ബിഹേവിയർ വരെ മീൻസ് ബേസിക്കലി ഈ പറഞ്ഞ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂളാണ് ഈ ആൽഫ മോഡ് 3 എന്ന് പറഞ്ഞ ഫോൾഡ് 3 എന്ന് പറയുവാണെങ്കിൽ. സോ ഇവ ബേസിക്കലി ഒരു റെവല്യൂഷണറി മോഡലാണ്. കാരണം ദേ ക്യാൻ പ്രെഡിക്ട് ദ സ്ട്രക്ചർ ആൻഡ് ഇന്ററാക്ഷൻസ് ഓഫ് ഓൾ ലൈഫ് മോളിക്യൂൾസ്. എല്ലാ ലൈഫ് മോളിക്യൂൾസിന്റെ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചറും അവയുടെ ഇന്ററാക്ഷൻസും ഒക്കെ തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI മോഡലാണ് ആൽഫ ഫോൾഡ് 3 എന്ന് പറയുവാണെങ്കിൽ, ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ DNA വരെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുപോലെ തന്നെ ജോയിന്റ് 3D സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു AI മോഡലാണ് ഈ ആൽഫ ഫോൾഡ് 3. സോ ഇതിന്റെ പ്രത്യേകത എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഇപ്പോഴും നമുക്ക് പിടി തരാത്തൊരു കാര്യമാണ് ഈ DNA ഓരോരോ കാര്യങ്ങൾ. സോ ആ ഒരു ഹ്യൂമൻ DNA കാര്യങ്ങൾ, സ്ട്രക്ചർ, അതിന്റെ ഇന്ററാക്ഷൻസ്, മോഡിഫിക്കേഷൻസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ബ്രേക്ക് ത്രൂ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മെഡിസിനൽ ഡ്രഗ്സിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസിന്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, എങ്ങനെയാണ് ഹെൽത്ത് പ്രിസർവിംഗ് പ്രോസസ് ഓഫ് DNA റിപ്പയറിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ടും സയന്റിസ്റ്റുകൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ AI മോഡലായ ഗൂഗിളിന്റെയും അതേപോലെ തന്നെ ഐസോമോർഫിക് ലാബ്സും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത ആൽഫ ഫോൾഡ് 3 സഹായിക്കും എന്നുള്ളതാണ് കൃത്യമായിട്ടും പറയുന്നത്. സോ ആൽഫ ഫോൾഡ് 3 റീസെന്റ് സീൻ ന്യൂസ് ഒരു AI മോഡലാണ്, ഡെവലപ്ഡ് ബൈ ഗൂഗിൾ ഡീപ് മൈൻഡ് ആൻഡ് ഐസോമോർഫിക് ലാബ്സ് എന്നുള്ള കാര്യം മറക്കരുത്, കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കണം. ഓക്കെ, സോ അത്രമായിരുന്നു നമുക്ക് ടോപ്പിക്സ് വൈസ് നോക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ ആ ഒരു പ്രിലിംസിന്റെ MCQ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. With reference to lesser flamingos, consider the following statements. They are rare migratory birds from the sub-Saharan region in Africa. And second one, it is the largest of all flamingos. Third one, its IUCN status is near threatened. So ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? ഓപ്ഷൻ A, B, C, D നോക്കി നിങ്ങൾക്ക് ചൂസ് ഔട്ട് ചെയ്യാം. സോ എന്നിട്ട് ആൻസർ ഈ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 ടോപ്പിക്കും പ്ലസ് ഈ MCQ കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്